സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് അതിൻ്റെ ഡയഗ്രമാണ് നമ്മളിവിടെ കണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു 4 സിസ്റ്റമാണ്, 4 പാർട്സാണ് ഇതിന് മെയിനായിട്ടുള്ളത്. ഡ്രൈവിംഗ് സിസ്റ്റം, മൂവിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, ലാസ്റ്റ് രജിസ്റ്ററിംഗ് സിസ്റ്റം. ഇതിൽ ഡ്രൈവിംഗ് ഒറ്റയടിക്ക് പറയുവാണെങ്കിൽ ഡ്രൈവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 2 ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ട്. ഒന്ന് സീരീസ് ആണ്, ഒന്ന് ഷണ്ടാണ്. 2 ടൈപ്പ് കോയിൽ ഇതാണ്. സീരീസ് ലോഡ് കറൻറ്റിനെ ക്യാരി ചെയ്യും. ഷണ്ട് എന്ന് പറയുന്നത് ക്യാരീസ് കറൻറ്റ് പ്രൊപ്പോർഷണൽ ടു ദ സപ്ലൈ വോൾട്ടേജ്. അതാണ് ഡ്രൈവിംഗ്. മൂവിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അലുമിനിയം ഡിസ്ക് ഉണ്ട്. ഒരു ലൈറ്റ് അലോയ് ഷാഫ്റ്റിൽ ഒരു അലുമിനിയം ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് സീരീസും ഷണ്ട് മാഗ്നറ്റിൻ്റെയും ഇടയ്ക്കാണ് അതിരിക്കുന്നത്. മൂന്നാമത്തത് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അത് ബ്രേക്കിങ്ങിന് വേണ്ടിയാണ്. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് അലുമിനിയം ഡിസ്കിനടുത്ത് വെച്ചേക്കുന്ന അതൊരു ബ്രേക്കിംഗ് സിസ്റ്റത്തിന് വേണ്ടിയാണ് അത് വെച്ചേക്കുന്നത്. അലുമിനിയം ഡിസ്ക് മൂവ്സ് ഇൻ ദ ഫീൽഡ് ആൻഡ് പ്രൊഡ്യൂസ് എ ബ്രേക്കിംഗ് ടോർക്ക്. അലുമിനിയം ഡിസ്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു ബ്രേക്കിംഗ് ടോർക്ക് അവിടെ ഉണ്ടാകും. അങ്ങനെ ബ്രേക്കിംഗ് ഉണ്ടാകും. രജിസ്റ്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയുള്ളൊരു സാധനമാണ്. റെക്കോർഡ് എ നമ്പർ വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ റെവല്യൂഷൻ മെയ്ഡ് ബൈ മൂവിംഗ് സിസ്റ്റം. മൂവിംഗ് സിസ്റ്റം ത്തിൻ്റെ റെവല്യൂഷൻ റെക്കോർഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു സംഭവമാണ് രജിസ്റ്ററിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. The energy meter has 4 main parts: driving system, moving system, braking system, registering system. Driving system എന്ന് പറഞ്ഞാൽ the electromagnet is the main component of the driving system. It is a temporary magnet which is excited by the current flow through the coil. The core of the electromagnet is made up of silicon steel lamination. അതിൻ്റെ കോർ സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ആണ്. ഇലക്ട്രോമാഗ്നറ്റ് ആണ് അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നുണ്ട്. This driving system has 2 electromagnets. The upper one is shunt electromagnet and the lower one is series electromagnet. 2 electromagnet ഉണ്ടെന്ന് പറഞ്ഞു, ഷണ്ടും സീരീസും. The series electromagnet is excited by the load current flow through the current coil. സീരീസ് ഇലക്ട്രോമാഗ്നറ്റ് ക്യാരി ചെയ്യുന്നത് ലോഡ് കറൻ്റ് ആണ്. അത് കറണ്ട് കോയിലിലൂടെയാണ് പോകുന്നത്. The coil of the shunt is directly connected with the supply and hence carry the current proportional to the supply voltage. ഷണ്ടിൻ്റെ ഷണ്ട് ഇലക്ട്രോമാഗ്നറ്റ് I പ്രൊപ്പോർഷണൽ ടു V എന്നുള്ളതാണ്. അത് പ്രഷർ കോയിലിലൂടെയാണ് പോകുന്നത്. അത് ആ കോയിലിനെ പ്രഷർ കോയിൽ എന്ന് പറയാം. ഇനി അടുത്തൊരു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഷെയ്ഡിംഗ് ബാൻഡ്സ്? അതിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത്. ദ സെൻട്രൽ ലിംബ് ഓഫ് ദ മാഗ്നറ്റ് ഹാസ് എ കോപ്പർ ബാൻഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു സെൻട്രൽ ലിംബിൽ ഒരു ഇതുണ്ട്. അതിൻ്റെ കോപ്പർ ബാൻഡ് നമുക്ക് ഇവിടെ കാണാം. പ്രഷർ കോയിലിൻ്റെ അപ്പുറത്തത് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് എന്നും പറഞ്ഞ് കാണാം. ദസ് ബാൻഡ്സ് ആർ അഡ്ജസ്റ്റബിൾ. അത് അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is to bring the flux produced by the shunt magnet in 90 degree. ഫ്ലക്സിനെ ഷണ്ട് മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിനെ 90 ഡിഗ്രിയിൽ എക്സാക്ട്ലി 90 ഡിഗ്രി വിത്ത് അപ്ലൈഡ് വോൾട്ടേജിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് കോപ്പർ ഷെയ്ഡിംഗ് ബാൻഡിൻ്റെ ഫങ്ഷൻ. പെർപെൻഡിക്കുലർ ടു ദിസ് അപ്ലൈഡ് വോൾട്ടേജ്. മൂവിംഗ് സിസ്റ്റം is aluminum disc mounted on the alloy shaft. This disc is placed in the air gap of 2 electromagnets. രണ്ട് ഇപ്പോൾ സീരീസ് ഷണ്ടിൻ്റെയും ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിലാണ് ഈ മൂവിംഗ് സിസ്റ്റം ഉള്ളിക്കുന്നത്. The eddy current is induced in this disc because of the change of magnetic field. The interaction of this flux and disc induces the deflecting torque. ഈ രണ്ട് ഫ്ലക്സും അതിൻ്റെ ഇൻട്രാക്ഷൻ കൊണ്ടാണ് ഡിസ്ക് ഇൻഡ്യൂസ് ചെയ്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD ഉണ്ടാകുന്നത്. When this device consumes power, aluminum disc starts rotating, and after some number of rotations, the disc displays the unit used by the load. The number of rotations of the disc is counted at particular interval of time. The disc measured in the energy consumption in kilowatt hours. Next is braking system. Permanent magnet used for reducing the rotation of aluminum disc. Permanent magnet ആണ് ഉപയോഗിക്കുന്നത് അലുമിനിയം ഡിസ്കിൻ്റെ റൊട്ടേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പെർമനൻറ്റ് മാഗ്നറ്റ്. ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ പേര് തന്നെയുണ്ട്. ദ അലുമിനിയം ഡിസ്ക് മൂവ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് ദിസ് മാഗ്നറ്റ് ആൻഡ് ദസ് പ്രൊവൈഡ്സ് എ ബ്രേക്കിംഗ് ടോർക്ക്. അലുമിനിയം ഡിസ്ക് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് മൂവ് ചെയ്ത് അങ്ങനെ ഒരു ബ്രേക്കിംഗ് ടോർക്ക് ഉണ്ടാകും, TB. ദിസ് ബ്രേക്കിംഗ് ടോർക്ക് opposes the movement of the disc, thus reduces the speed. The permanent magnet is adjustable, due to which the braking torque is also adjusted by shifting the magnet to other radial position. പെർമനൻറ്റ് മാഗ്നറ്റും അഡ്ജസ്റ്റബിൾ ആണ്. ഈ ബ്രേക്കിംഗ് ടോർക്ക് അഡ്ജസ്റ്റഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ മാഗ്നറ്റ് അടുത്തൊരു റേഡിയൽ പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ.
രജിസ്ട്രേഷൻ, അതായത് അതിനെ കൗണ്ടിങ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. The main function of this is to record the number of rotations of the aluminum disc. The rotation is directly proportional to the energy consumed by the load in the kilowatt hour. The rotation of the disc is transmitted to the pointers of different dial for recording the different reading. The reading in kilowatt hour is obtained by multiply the number of rotations of the disc with meter constant. ഈ ഫിഗർ നമുക്ക് വരച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ആദ്യം 10 നമ്പേഴ്സുള്ള 10ൻ്റെ, അത് കഴിഞ്ഞ് 100ൻ്റെ, പിന്നെ 10ൻ്റെ, കിലോവാട്ട് അവറിൻ്റെ, പിന്നെ 1/100, പിന്നെ /10. ഇനിയും വർക്കിംഗ് ഓഫ് എനർജി മീറ്റർ. വർക്കിംഗ് ഓഫ് എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ ദ എനർജി മീറ്റർ ഹാസ് ആൻ അലുമിനിയം ഡിസ്ക് ഹൂസ് റൊട്ടേഷൻ ഡിറ്റർമൈൻസ് ദ പവർ കൺസപ്ഷൻ ഓഫ് ദ ലോഡ്. എനർജി മീറ്ററിൽ ഒരു അലുമിനിയം ഡിസ്ക് ഉണ്ട്. അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതാണ് പവർ കൺസപ്ഷൻ, ലോഡിൻ്റെ പവർ കൺസപ്ഷൻ മെഷർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ ഡിസ്ക് എയർ ഗ്യാപ്പ് പ്ലേസ് ചെയ്തേക്കുന്നത് സീരീസും ഷണ്ട് ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഇടയ്ക്കുള്ള എയർ ഗ്യാപ്പിലാണ് ഈ അലുമിനിയം ഡിസ്ക് പ്ലേസ് ചെയ്തേക്കുന്നത്. ഷണ്ട് മാഗ്നറ്റിന് ഒരു പ്രഷർ കോയിലുണ്ട്, സീരീസ് മാഗ്നറ്റ് കറണ്ട് കോയിലുണ്ട്. പ്രഷർ കോയിൽ മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്ത്, കാരണം ഒരു സപ്ലൈ വോൾട്ടേജ് ഉണ്ട്, അത് കറണ്ട് കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? കറണ്ടാണ്. ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ ദ വോൾട്ടേജ് കോയിൽ ഈസ് ലാഗിങ് ബൈ 90 ഡിഗ്രി. വോൾട്ടേജ് കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് കറണ്ട് കോയിലിനേക്കാളും 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് വോൾട്ടേജ് കോയിൽ. ബിക്കോസ് ഓഫ് വിച്ച് എഡി കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ഡിസ്ക്. അതുകൊണ്ടാണ് എഡി കറണ്ട് ഡിസ്കിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ദ ഇൻട്രാക്ഷൻ ഓഫ് ദ എഡി കറണ്ട് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കോസസ് ടോർക്ക് വിച്ച് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ദ ഡിസ്ക്. ദസ് ദ ഡിസ്ക് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്. ഈ എഡി കറണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇൻട്രാക്ഷൻ കാരണം ടോർക്ക് ഉണ്ടാകുന്നു. അതൊരു ഫോഴ്സിനെ ഡിസ്കിൽ ഉണ്ടാക്കുന്നു. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആൻഡ് വോൾട്ടേജ്, എഫ് പ്രൊപ്പോർഷണൽ ടു ദ ഐ ആൻഡ് വി ഓഫ് ദ കോയിൽ. പെർമനൻറ്റ് മാഗ്നറ്റാണ് റൊട്ടേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ബ്രേക്കിങ്ങിൻ്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് സമ്മറി ആയിട്ട് പറയുന്നതാണ്. Permanent magnet controls the rotation. The permanent magnet opposes the movement of the disc and equalizes it on power consumption. Permanent magnet ഡിസ്കിൻ്റെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്ത് ഈക്വലൈസ് ചെയ്ത് പവർ കൺസപ്ഷൻ ഈക്വലൈസ് ഇറ്റ് ഓൺ ദ പവർ കൺസപ്ഷൻ. ദ കൗണ്ടിങ് മെക്കാനിസം കൗണ്ട്സ് ദ റൊട്ടേഷൻ ഓഫ് ദ ഡിസ്ക്. കൗണ്ടിങ് മെക്കാനിസമാണ് റൊട്ടേഷൻ ഓഫ് ഡിസ്കിൻ്റെ കൗണ്ട് ചെയ്യുന്നത്. Counting mechanism is so arranged that the meter indicates kilowatt hour directly. Kilowatt hour നേരിട്ട് മീറ്റർ കാണിക്കുന്നതുകൊണ്ടാണ് കൗണ്ടിങ് മെക്കാനിസം നല്ല അറേഞ്ച്ഡ് ആയിട്ട് കാണിക്കുന്നത്. ഇനി മീറ്റർ കോൺസ്റ്റൻറ്റ്. മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ n ആണ്. n പ്രൊപ്പോർഷണൽ ടു എനർജി. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു k കോൺസ്റ്റൻറ്റ്, മീറ്റർ കോൺസ്റ്റൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, എൻ അല്ല കേട്ടോ, നമ്പർ ഓഫ് റൊട്ടേഷൻസിൻ്റെ എൻ ആണത്. എൻ പ്രൊപ്പോർഷണൽ ടു എനർജി, എൻ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എനർജി. കെ ഇസ് ദ മീറ്റർ കോൺസ്റ്റൻറ്റ്. സോ കെ ഇസ് ഈക്വൽ ടു എൻ ബൈ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ കിലോവാട്ട് അവർ. Hence, the number of revolution made by the disk for 1 kilowatt of energy consumption is called energy meter constant. 1 kilowatt hour ആണ് അതിൻ്റെ എനർജി കൺസപ്ഷൻ എങ്കിൽ അതിനെ number of revolutions made by the disk for 1 kilowatt is called energy meter constant. The energy meter constant is always written on the nameplates of the energy meter installed in homes, commercial and industrial establishment. If meter constant of an energy meter is 1500 revolution per kilowatt hour, it means that the consumption of 1 kilowatt hour disk will make 1500 revolutions. അപ്പം ഇത്രയാണ് അതിൻ്റെ തിയറി പറയുവാണെങ്കിൽ, ഇൻ ഓൾ ദി ഇൻഡക്ഷൻ ഇൻസ്ട്രുമെൻറ്റ് 2 ഫ്ലക്സസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഞാൻ പറഞ്ഞല്ലോ 2 ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരെണ്ണം 2 ഫൈസ്, അതായത് കറണ്ട് കോയിൽ 2 ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ പ്രഷർ കോയിൽ ഒരു ഫ്ലക്സും പ്രൊഡ്യൂസ് ചെയ്യും. കറണ്ട് കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അപ്പും ഒരെണ്ണം ഡൗണും ആണ്. അപ്പം പ്രഷർ കോയിൽ ഒരു ഡയറക്ഷനിലോട്ടാണ്, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മറ്റേത് ടോർക്കും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം ഡിഫറൻസ് അങ്ങനെയാണ്. ഇലക്ട്രോ മാഗ്നറ്റ്സ് P1 ആൻഡ് P2 പ്രൊഡ്യൂസസ് ഫ്ലക്സ് Φ1 ആൻഡ് Φ2 വിച്ച് കട്ട്സ് ദ ഡിസ്ക്. P1 ആൻഡ് P2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോ മാഗ്നറ്റാണ്. അത് 2 ഫ്ലക്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. P1 Φ1ഉം P2 Φ2 എന്നുള്ളതും.
അത് ഡിസ്കിനെ കട്ട് ചെയ്യുന്നു. ഈ രണ്ട് ഫ്ലക്സും ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിച്ച് ഇൻ ടേൺ പ്രൊഡ്യൂസസ് കറണ്ട് I1 ആൻഡ് I2. അങ്ങനെ കറണ്ട് I1ഉം I2ഉം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ രണ്ട് ഫ്ലക്സും രണ്ട് എഡി കറൻറ്റും രണ്ട് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫസ്റ്റ് ഫ്ലക്സ് ഇൻട്രാക്ടിങ് വിത്ത് എഡി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ സെക്കൻഡ് ഫ്ലക്സ്. ആദ്യത്തെ ഫ്ലക്സ് അതായത് Φ1 ഇൻട്രാക്ട്സ് വിത്ത് ദ എഡി കറണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെക്കൻഡ് ഫ്ലക്സ്. Φ1 I2 ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. Φ2 I1ഉമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ദ ടോട്ടൽ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് ദിസ് ടു ടോർക്കാണ്. ഓക്കെ, ലെറ്റ് ΦP ആൻഡ് ΦS ആർ ദ ഇൻസ്റ്റൻറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി, ഡിഫറൻസ് ഓഫ് ദിസ് ടു ടോർക്ക് എന്ന് ഞാൻ പറഞ്ഞത്, പക്ഷേ അതല്ല, ടോട്ടൽ ടോർക്ക് ഈസ് ദ സം ഓഫ് ദിസ് ടു ടോർക്ക്. അപ്പോൾ ΦP ΦS എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ഫ്ലക്സസ് ആണെങ്കിൽ അതിൻ്റെ ഫേസ് ഡിഫറൻസ് ബീറ്റ ആണെങ്കിൽ ΦS ഇസ് ഈക്വൽ ടു Φms സൈൻ ഒമേഗ ടി. ΦP എന്ന് പറഞ്ഞാൽ Φmp സൈൻ ഒമേഗ ടി മൈനസ് ബീറ്റ എന്ന് വരും. ലെറ്റ്സ് ചെയ്യുന്നു ബീറ്റ ടൈംസ് ഫേസ് ഡിഫറൻസ്. ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF എന്ന് പറഞ്ഞാൽ ES പ്രൊപ്പോർഷണൽ ടു മൈനസ് d/dt ഓഫ് Φms സൈൻ ഒമേഗ ടി is proportional to minus omega phi ms cos omega t proportional to minus f phi ms cos omega t. So EES lags the flux phi s by 90 degree. EES is equal to RMS value of EMF EES. ഇതൊക്കെ നല്ല ഇതായിട്ടുണ്ട്. എന്നാൽ അടുത്തത് ഫേസർ ഡയഗ്രമാണ്, നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ പറഞ്ഞ ഈ സാധനമൊന്നും കാര്യമില്ലല്ലോ. ഇവിടെ വരെ സം ഓഫ് ദിസ് ടു ടോർക്ക് വരെ കറക്റ്റ് വേണം. ഓക്കെ, അത് കഴിയുമ്പോൾ ഫേസ് ഡിഫറൻസ് നോക്കണം. വി എങ്ങനെയാണ്, വി മുകളിലോട്ട്, അതിന് താഴെ Φs. ആ Φs ഡയറക്ഷനിൽ തന്നെയാണ് കറൻറ്റും പോകുന്നത്, I പോകുന്നത്. ഈ ഇത് പഠിക്കണം, ഈ ഡയഗ്രാം പഠിക്കണം. വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിക്കോളൂ. വി എന്ന് പറയുന്ന അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ഫേസ് ആംഗിൾ ഓഫ് ലോഡ്. IP എന്ന് പറയുന്നത് പ്രഷർ കോയിൽ കറണ്ട് ആണ്. ഡെൽറ്റ എന്ന് പറയുന്നത് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ സപ്ലൈ വോൾട്ടേജ് ആൻഡ് പ്രഷർ കോയിൽ ഫ്ലക്സ്. എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. EP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡി EMF ഇൻഡ്യൂസ്ഡ് ബൈ ഫ്ലക്സ് ΦP. ഈ IEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡി കറണ്ട് ഡ്യൂ ടു ഫ്ലക്സ് ΦP. EES എന്ന് പറഞ്ഞാൽ എഡി EMF ഇൻഡ്യൂസ്ഡ് ബൈ ഫ്ലക്സ് Φs. IES എന്ന് പറഞ്ഞാൽ എഡി കറണ്ട് ഡ്യൂ ടു ഫ്ലക്സ് Φs. ഇനി നോക്കേണ്ടത് നെറ്റ് ഡ്രൈവിംഗ് ടോർക്ക്. നെറ്റ് ഡ്രൈവിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ TD പ്രൊപ്പോർഷണൽ ടു, നേരത്തെ നമ്മൾ രണ്ട് ഫ്ലക്സ് ആണ് പറഞ്ഞത്, Φ1 Φ2 ഇൻറ്റു F/S Z സൈൻ ബീറ്റ കോസ്. ഇവിടെ എഴുതിയിട്ടുണ്ട് IES ഈക്വൽ ടു EES ബൈ Z പ്രൊപ്പോർഷണൽ ടു F Φs ബൈ Z. Z എന്ന് പറഞ്ഞാൽ ഇമ്പിഡൻസ് ഓഫ് ദ എഡി കറണ്ട് പാത്ത്. tan ആൽഫ ഇസ് ഈക്വൽ ടു X/R. അപ്പം ഫസ്റ്റ് TD പ്രൊപ്പോർഷണൽ ടു Φ1 Φ2 F/Z സൈൻ ബീറ്റ കോസ് ആൽഫ. അതായത് Φ1 Φ2ന് പകരം നമുക്ക് Φ1നെ Φp എന്നും അല്ലെങ്കിൽ Φs എന്നും Φ2നെ Φp എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ TD പ്രൊപ്പോർഷണൽ ടു Φp Φs ഇൻറ്റു F/Z സൈൻ ബീറ്റ കോസ് ആൽഫ എന്ന് വരും. അപ്പം പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു K1 എന്നൊരു കോൺസ്റ്റൻ്റ് ഇട്ടു. അപ്പോൾ TD ഈസ് ഈക്വൽ ടു K1 Φp Φs F/Z സൈൻ ബീറ്റ കോസ് ആൽഫ. Φp പ്രൊപ്പോർഷണൽ ടു V ആൻഡ് Φs പ്രൊപ്പോർഷണൽ ടു കറണ്ട്. പ്രഷറിൻ്റെ ഫ്ലക്സ് ഡ്യൂ ടു പ്രഷർ കോയിലും ഫ്ലക്സ് ഡ്യൂ ടു കറണ്ട് കോയിലുമാണ്. കറണ്ട് കോയിൽ കറണ്ടും പ്രഷർ കോയിൽ വോൾട്ടേജും ആണെന്ന് അറിയാമല്ലോ. അപ്പം അതിന് Φpക്കും Φsനും പകരം വിയും ഐയും ഇട്ടു. അപ്പോൾ K2 VI F/Z സൈൻ ഡെൽറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ മൈനസ് ഫൈ ആണ്. ആ ഫേസ് ഡയഗ്രാം നോക്കിയാൽ കാണാം. സൈൻ ഡെൽറ്റ മൈനസ് ഫൈ കോസ് ആൽഫ എന്ന് വരും. ഡെൽറ്റ ഇസ് എ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ സപ്ലൈ വോൾട്ടേജ് ആൻഡ് പ്രഷർ കോയിൽ ഫ്ലക്സ്. എഫും ഇസഡും ആൽഫയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ K3 എന്ന് എടുത്തു. അതായത് അപ്പോൾ
K3 എന്ന് പറയുമ്പോൾ K2 ഇൻറ്റു F by Z cos alpha. ഇത്രയും സംഭവം K3 ആയിട്ട് എടുത്തു. TD is equal to K3 VI sin delta minus phi. If n is the steady speed of the disk, breaking torque എന്ന് പറഞ്ഞാൽ TB is equal to K4n. സ്റ്റഡി സ്റ്റേറ്റിൽ ഡ്രൈവിംഗ് ടോർക്കും ബ്രേക്കിംഗ് ടോർക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n is equal to KVI sin delta minus phi. ഡെൽറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോൾ sin 90 മൈനസ് phi എന്നുള്ളത് കോസ് phi ആകും. അപ്പോൾ KVI cos phi is equal to K into power. ടോട്ടൽ നമ്പർ ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ NDT. n എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K ഇൻറ്റു പവർ എന്നാണ്. VI cos phi പവറാണ്. അപ്പോൾ K വെളിയിൽ പോയി കഴിഞ്ഞ് കോൺസ്റ്റൻ്റ് ആണ്. K ഇൻ്റഗ്രൽ പവർ DT is equal to K ഇൻറ്റു എനർജി എന്ന് വരും. എറേഴ്സ് ഉണ്ട് എനർജി മീറ്ററിലും. കോമൺ എറർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് എറർ, സ്പീഡ് എറർ, ഫ്രിക്ഷണൽ എറർ, ക്രീപ്പിംഗ്, ടെമ്പറേച്ചർ എറർ, ഫ്രീക്വൻസി വേരിയേഷൻ, വോൾട്ടേജ് വേരിയേഷൻ, ഇങ്ങനെയുള്ള എറേഴ്സാണ് വരുന്നത്. അതായത് ഫേസ് എറർ എന്ന് പറയുമ്പം ചിലപ്പോൾ 90 ഡിഗ്രി തന്നെ എക്സാക്ട്ലി ലാഗ് ചെയ്യണമെന്നില്ല, അങ്ങനെയുള്ള കുഴപ്പം. ബ്രേക്ക് മാഗ്നറ്റ് ഇരിക്കുന്നതിൻ്റെ പൊസിഷനും കൊണ്ട് ബ്രേക്കിംഗ് ടോർക്ക് കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് സ്പീഡ് എററിൻ്റെ. ഫ്രിക്ഷണൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടിങ് ഡ്രൈവിംഗ് ടോർക്കിൻ്റെയും ഫ്രിക്ഷണൽ ടോർക്കും ഓപ്പോസിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഫ്രിക്ഷണൽ എറർ ഉണ്ടാവും. ക്രീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഡിസ്ക് ഓഫ് ദ meter makes slow but continuous rotation at no load. When potential coil is excited but with no current flowing in the load, which is called creeping. Temperature error ഔട്ട്ഡോർ ഇൻസ്റ്റലേഷനിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. ഫ്രീക്വൻസി വേരിയേഷൻ is designed to give minimum error at a particular frequency, generally 50 Hz. If supply frequency ചേഞ്ച് ചെയ്യുവാണെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ദ കോയിൽ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചെറിയൊരു എറർ വരാൻ ചാൻസ് ഉണ്ട്. അടുത്തത് നമുക്ക് അടുത്ത വീഡിയോ നോക്കാം.